ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മന്ന് ഡേവൻ അപ്പോൾ നമ്മൾ മാൻ്റെ ഗിയർ ബോക്സ് സെറ്റപ്പ് ഗിയർ ബോക്സ് അയക്കാൻ പാട്. അപ്പോൾ ഇത് നമ്മുടെ മാൻ വച്ചൊക്കെ പോയിട്ട് വന്നേക്കണം. നമ്മളെ വേസ്റ്റൊക്കെ ഇതാക്കണ വണ്ടിയാണ് സെറ്റപ്പ് ഗിയർ ബോക്സ് ഇട്ടാ. അപ്പോൾ ഗിയർ ബോക്സ് കഴിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാൻ്റെ ജോയിൻറ്റ്. ഇത് ഫസ്റ്റ് നമ്മൾ അയച്ചു വിട്ടാ. ഓക്കെ, അടുത്തത് നമ്മൾ ക്ലച്ച് സിലിണ്ടറൊക്കെ അയച്ചിട്ടുണ്ട്. അതാണ് ക്ലച്ച് സിലിണ്ടർ വരുന്നത് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ റൗണ്ട് ബോൾട്ട് അഴിക്കിന്. ഇതാണ് നമ്മുടെ ചങ്ക് ശത്രു. ये हम लोग गियर का क्लच चेंज कर रहा है. गियर काम करेगा जैसे गाड़ी आगे बढ़ेगा, नहीं तो ये चेंज नहीं होगा तो गाड़ी आगे नहीं बढ़ेगा. अभी हम लोग इसको उतारेगा, ठीक है. इसको ये गियर पूरा उतारेगा और फिर तो नया क्लच डालेगा, फिर गाड़ी सही होगा. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫുള്ള് റൗണ്ട് ബോൾട്ട് അയക്കുക ഗിയർ ബോക്സിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും റൗണ്ട് ബോൾട്ടൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന്. അതായത് ഇവർ മെയിനായിട്ട് ക്ലച്ചൊക്കെ അടിച്ച് ഉണ്ടായി വരണവരെ ഓടിച്ച് തീർത്തും. ഒരു വണ്ടി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. അതാണ് മെയിൻ കാര്യം. ഇവിടുത്തെ ഈ പാകിസ്ഥാനികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഗിയർ ബോക്സ് പുറത്തെടുത്തിട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അയച്ചു. കണ്ടില്ലേ ഉണ്ടാക്കിയിട്ട് ആകെ പോയി ബോളൊക്കെ ഇളകി ഉണ്ടാക്കിയിട്ട് പറഞ്ഞ പോലെ ക്ലച്ച് നമ്മുടെ ശിഷ്യൻ ശത്രു കഴിക്കിട്ട് ആകെ ഉണ്ടാക്കിയത് ബോളൊക്കെ ആകെ ഇതായി. ക്ലച്ച് പ്ലേറ്റ് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട്സ് നമ്മുടെ മാൻ്റെ ക്ലച്ച്. ഇത് പ്ലേറ്റ് വരുന്നത്. പ്ലേറ്റിൻ്റെ അടിഭാഗമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. സ്ഥലമൊന്നും ഇല്ലാത്ത കാരണമാണ്. ഒന്നാമത് മേലൊക്കെ കാണാം മറ്റേ വേസ്റ്റ് കൊണ്ടുള്ള വണ്ടിയെ കാരണം ഫുള്ള് ജോയിൻറ്റ് സെപ്പറേറ്റ് ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും അയച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ ക്ലച്ച് ഡിസ്ക് ഇട്ടാ കണ്ടാ. ഇതൊക്കെ ആകെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ട് എന്താ പറഞ്ഞൊരു കാര്യം. ഇവരൊക്കെ അങ്ങനെയാ കണ്ടാ. അതുപോലെ തന്നെ നമ്മുടെ ബെയറിങ് പോയിന്റ് ഏത് ഫ്ലൈ വീലിൻ്റെ ഉണ്ടാ ജാമാണ് ചെക്കായിട്ട് നിൽക്കുന്നത്.